ബിജെപിയുടെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചതോടെ രാജ്യം മുഴുവൻ യുവാക്കളുടെയും പ്രതിപക്ഷത്തിന്റെയും വിജയാഹ്ലാദമാണ്. ജന്തർ മന്ദറിൽ വലിയ ആഘോഷത്തോടെയാണ് സമരക്കാർ ഈ പ്രഖ്യാപനത്തെ സ്വീകരിച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്ന് CJP നടത്തി വന്നിരുന്ന പ്രതിഷേധ സമരം ഇവിടെ ജന്തർ മന്ദറിൽ അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും ഇപ്പോഴും ഈ സമരവേദിയിലേക്ക് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ സൗരവ്ദാസും അശുതോഷ് ആംഗയും ഒക്കെ ഈ പ്രവർത്തകരോട് അടിയന്തരമായി പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സമാധാനപൂർണ്ണമായി നടത്തിയിരുന്ന സമരം അത് വിജയം കണ്ടു. ആ സാഹചര്യത്തിൽ പിരിഞ്ഞു പോകണമെന്നൊരാവശ്യമായിരുന്നു ഈ CJP നേതാക്കൾ പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ എന്നിട്ടും ഈ സമരവേദിയിലേക്ക് നിരവധി പേരാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിജയാഹ്ലാദം പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പോലീസും വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ സംഘർഷത്തിനുള്ള ഒരു സാധ്യതയൊക്കെ ഇപ്പോഴും കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ജന്തർ മന്ദറിനെയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലൊക്കെ ഏർപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെട്രോ സർവീസുകൾ, അതായത് ഈ സെൻട്രൽ ഡൽഹിയിലുള്ള മെട്രോ സ്റ്റേഷനുകളൊക്കെ അടച്ചിരുന്നു. പക്ഷേ ഇന്ന് എല്ലാ മെട്രോ സ്റ്റേഷനുകളും തുറന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇപ്പോഴും ഈ വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതെ, ഇവിടെ മലയാളികൾ ഒക്കെ ഉണ്ട്. നോക്കൂ, ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തകർക്കാൻ ഒരു BJPയുടെ അജണ്ടക്കും ഇവിടെ കഴിയില്ല. ഞങ്ങൾ യൂത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇതാ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. ഇതൊരു വാണിംഗ് ആണ്. ഇതാ കേരളക്കരയുണ്ട് ഇവിടെ, മലയാളികളുണ്ട് ഇവിടെ, ഇന്ത്യയുണ്ട് ഇവിടെ. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ പ്രതിഷേധ സമരം നടന്നിരുന്ന സ്ഥലത്തേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ ഇവരുടെ വലിയ വിജയാഹ്ലാദമാണ് നമുക്ക് ഇവിടെ ഈ ജന്തർ മന്ദറിനും അതുപോലെ തന്നെ കൊണാട്ട് പ്ലേസിനും ഒക്കെ സമീപത്ത് പല പ്രദേശങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. രാത്രി മുഴുവൻ നീണ്ടു നിൽക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. വിഷ്ണു ബാലകൃഷ്ണനൊപ്പം B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.